ഹലോ എവ്രി വൺ ഇത് ട്യൂസ്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം ട്യൂസ്ഡേ രാവിലെ ഞാൻ കുറേ നേരത്തെ എണീറ്റ് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇരുട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് ഞാൻ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപത്മം ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് തന്നെ കോപ്പിറൈറ്റ് വീഴുമോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനങ്ങ് പാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കൊരു തലവേദനയ്ക്കുള്ള ചാൻസ് ഉണ്ടെന്നാണ്. നാളത്തെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും വരുമോ ഇല്ലയോ എന്ന്. കാരണം എൻ്റെ തലവേദനയെക്കുറിച്ചുള്ള പ്രൊഡിക്ഷൻസ് ഒന്നും ഇന്ന് വരെ മോശമായി പോയിട്ടില്ല ഗൈസ്. പിന്നെ നമുക്കിന്ന് ഇടിയപ്പവും കിഴങ്ങ് കറിയാണ്. ഇടിയപ്പവും നമ്മൾ ചൂടുവെള്ളത്തിലാണല്ലോ നനയ്ക്കുന്നത്. അങ്ങനെ കൈയൊക്കെ പൊള്ളുമ്പോൾ എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ പല വഴിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ കുഴയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കിഴങ്ങ് കറി വെക്കാം എന്നുള്ള തീരുമാനം ഞാൻ രാവിലെയാണ് റെഡിയാക്കിയത്. ആക്ച്വലി ഇടിയപ്പം എന്നുള്ള തീരുമാനം തന്നെ രാവിലെയാണ് എനിക്ക് വന്നത്. അങ്ങനെ കിഴങ്ങ് കറിക്കുള്ള കിഴങ്ങെല്ലാം സെറ്റാക്കി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇടിയപ്പം അങ്ങ് ഉണ്ടാക്കാം. അങ്ങനെ കുട്ടകം ഒക്കെ അടുപ്പയിൽ വെച്ചു. പിന്നെ ദാ നമ്മുടെ തട്ടിലെല്ലാം കുറച്ച് വെളിച്ചെണ്ണ. ഇതിപ്പോൾ അത്യാവശ്യം 5 എണ്ണം വെച്ച് 3 തട്ടിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെ ധാരാവി. ഇത് തന്നെ അധികമാണ് കേട്ടോ. ചിലപ്പോൾ 2 എണ്ണം ബാക്കി വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആദ്യം ഞാൻ തേങ്ങയാണ് ഇടുന്നത്. ചിലർ ഇടയ്ക്കാണല്ലോ തേങ്ങ ഇടുന്നത്. പക്ഷെ ഞാനിവിടെ ആദ്യമാണ് തേങ്ങ ഇടുന്നത്. പക്ഷേ ഇത് മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിലും നമുക്കിത് പ്രസ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടൊന്നും തോന്നത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ അതാ കിഴങ്ങ് കറിയൊക്കെ സെറ്റാക്കി. ഇത് കുറച്ചും കൂടെ തിളച്ച് പറ്റാനുണ്ട് കേട്ടോ. നമ്മുടെ കാർത്തിക്കിനെ ദാ ചേട്ടൻ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കാർത്തിക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാർത്തിക് ഇതാ പോവാൻ ഇറങ്ങി ഇതാ അച്ഛനെ കെട്ടിപ്പിടിച്ച് വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ ഇതാ കൃതിയേക്കും ഇന്ന് അവരുടെ കൂടെ പോകണം. അങ്ങനെ കൃതിയേനെ ഒരു ചെറിയൊരു റൗണ്ട് അടിച്ച് അപ്പം ഒരു സന്തോഷം വരും. പിന്നെ കരയത്തില്ല. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതാ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴയൊന്ന് തോർന്നിട്ട് ഞാൻ കൃതിയേനെ അംഗനവാടി കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഴയൊക്കെ തോർന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കൃതിയെക്കുട്ടിയും ഞാനും കൂടെ നമ്മുടെ റോഡിൽ കൂടെ നടന്ന് പോവാണ് കേട്ടോ. കൃതി എന്തൊക്കെയോ കഥയാണ് പറയുന്നത്. ഇനി ഇവിടുന്ന് അംഗനവാടി ചെല്ലുന്നത് വരെ കഥ പറച്ചിൽ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ തന്നെ നടന്നോളാന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്പീഡിൽ നടക്കുന്നുണ്ട്. അങ്ങനെ കൃതിയെ കൊണ്ടുവിട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 പക്കാവടയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഏതോ സിനിമ കാണുകയാണേ. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ദാ പിന്നെയും ഇന്ന് പോകുന്നത് നമ്മുടെ അമ്പലത്തിൽ പൂജ ആയതുകൊണ്ട് കഞ്ഞിയുണ്ട് ഗൈസ്. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെയും വീട്ടിൽ വന്ന് 3 മണിയായപ്പോൾ ചേട്ടൻ ഇന്നില്ലാഞ്ഞുകൊണ്ട് കാർത്തികിനെ വിളിക്കാൻ പോയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. അപ്പോൾ ഇന്ന് ഇത്രയും വെയിൽ കൊണ്ടതുകൊണ്ട് മിക്കവാറും നാളത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ തലവേദനയുടെ എന്തെങ്കിലും ഒരു ഇത് കാണും കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. ബൈ.